നമ്മളൊരു ചിക്കൻ കറിയാണ് വെക്കുന്നത്. ചിക്കൻ കറി ഉണ്ടാക്കാൻ വേണ്ടി ഒരു 1.5 കിലോ വരുന്ന ഒരു ചിക്കൻ ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ച് വെച്ചിട്ടുണ്ട്. കഴുകി വൃത്തിയാക്കി എല്ലാം എടുത്ത് വെച്ചിരിക്കുകയാണ്. ഇനി അതിന് വേണ്ടത് 3 സവോള, ഒരു വലിയ കഷ്ണം ഇഞ്ചി, ഒരു തുടം വെളുത്തുള്ളി, പിന്നെ കുറച്ച് കറിവേപ്പില, പിന്നെ ഒരു 6 പച്ചമുളക്, ഇതെല്ലാം എടുത്ത് വെച്ചിട്ടുണ്ട്. അതെല്ലാം അരിഞ്ഞും വെച്ചിട്ടുണ്ട്. ഇനി കറി വെക്കാൻ പോവുകയാണ്. അതിനൊരു പാൻ വെച്ചു. പാൻ ചൂടാകുമ്പോൾ അതിലേക്ക് നമ്മൾ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു. പിന്നെ നമ്മൾ അരിഞ്ഞ് വെച്ചേക്കുന്ന ഇഞ്ചിയും പച്ചമുളകും വെളുത്തുള്ളിയും അത് നമുക്ക് ആദ്യം അതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് അതെല്ലാം ഒന്ന് ചെറുതായിട്ട് മൂത്ത് വരുന്നത് വരെ നമുക്ക് ഒന്ന് ഇളക്കി കൊടുക്കണം. ഇതെല്ലാം ചെറുതായിട്ട് ഇതുപോലെ ഒന്ന് മൂത്ത് വന്നു കഴിയുമ്പോൾ നമ്മളതിലേക്ക് അരിഞ്ഞ് വെച്ചേക്കുന്ന സവോള ഇടണം. സവോള ഇട്ട് കഴിഞ്ഞിട്ട് നമ്മൾ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. പിന്നീട് ഒരു 3/4 ടേബിൾ സ്പൂൺ ഉപ്പിടുന്നുണ്ട്. ഉപ്പിടുമ്പോൾ നമുക്ക് പെട്ടെന്ന് ഇത് വഴന്നും കിട്ടും. പിന്നീട് അതിലേക്ക് ഒരു 2 കറിവേപ്പില ഇടണം. എന്നിട്ട് ഇതെല്ലാം നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്യാം. സവോളയൊക്കെ ഏകദേശം വാടി തുടങ്ങുമ്പോൾ നമ്മൾ അരിഞ്ഞു വെച്ചേക്കുന്ന ഒരു വലിയ തക്കാളി ഉണ്ടായിരുന്നു. അത് നമ്മൾ അതിലേക്കിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കണം. തക്കാളിയും സവോളയൊക്കെ നന്നായിട്ട് ഇളക്കി കൊടുത്ത് നന്നായിട്ട് വഴന്നു വരുന്ന സമയത്ത്, ഇതുപോലെ വഴന്നു വരുന്ന സമയത്ത് നമ്മളതിലേക്ക് ഒരു നുള്ളു മഞ്ഞൾപ്പൊടി ഇടണം. അത് കഴിഞ്ഞ് നമ്മളതിലേക്ക് ഇടുന്നത് മല്ലിപ്പൊടിയാണ്. അതൊരു 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി നമ്മൾ ഇതിലേക്ക് ഇടുന്നുണ്ട്. പിന്നീട് കുറച്ച് കുരുമുളക് പൊടി, 1 ടേബിൾ സ്പൂൺ ചിക്കൻ മസാല, 1/2 ടേബിൾ സ്പൂൺ മുളക് പൊടി, ഇതെല്ലാം ഇട്ടിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി അരപ്പെല്ലാം നന്നായിട്ട് അതിൻ്റെ പച്ചമണം മാറുന്നത് വരെ നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം. മുളക് പൊടിയൊക്കെ ഇട്ട സമയത്ത് നമ്മൾ തീ വളരെ കുറച്ചായിട്ടേക്കുന്നത്. പിന്നെ തീ ചെറുതായിട്ട് കൂട്ടിയിട്ട് നമുക്കതെല്ലാം ഇതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം. അരപ്പിൻ്റെ പച്ചമണം ഒക്കെ മാറി വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കഴുകി വെച്ചേക്കുന്ന ചിക്കൻ അതിലേക്കിടാം. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. മസാല മുഴുവൻ ചിക്കനിൽ പിടിക്കുന്നവരെ നമ്മൾ നന്നായിട്ട് അതെല്ലാം ഒന്ന് ഇളക്കി ഇതുപോലെ മിക്സ് ആക്കണം. ഒരു തുള്ളി വെള്ളം പോലും നമ്മളിപ്പോൾ ഈ സമയത്ത് കറിയിലേക്ക് ഒഴിക്കരുത്. ഇത് നമുക്ക് ചെറുതായിട്ട് മൂടി വെച്ച് വേവിക്കാം. ആ സമയത്ത് ചിക്കനിലുള്ള വെള്ളം എല്ലാം ഇറങ്ങി വരും. ഏറ്റവും ചെറിയ തീയിൽ നമുക്കിത് മൂടി ഒരു 10 മിനിറ്റ് വേവിച്ചെടുക്കാം. ഒരു 10 മിനിറ്റ് കഴിഞ്ഞ് നമ്മൾ തുറന്ന് നോക്കുമ്പോൾ നോക്കിയേ, ചിക്കനിൽ ഒരു തുള്ളി പോലും നമ്മൾ വെള്ളം ഒഴിച്ചിട്ടില്ലായിരുന്നു. അപ്പോൾ ചിക്കനിലുള്ള വെള്ളമൊക്കെ ഇറങ്ങി വന്ന് ചിക്കനൊക്കെ ഏകദേശം ഒരു പകുതിയോളം നന്നായിട്ട് വെന്തും വന്നിട്ടുണ്ട്. ഇനിയാണ് നമ്മളിതിലേക്ക് കറിക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം നമ്മൾ ഒഴിക്കണം. അതൊരിക്കലും നമ്മൾ ഇങ്ങനെയുള്ള ചിക്കൻ കറിക്കകത്ത് പച്ചവെള്ളം ഒഴിക്കരുത്. നമ്മൾ ചൂടുവെള്ളം വേണം ഇങ്ങനെയുള്ള സമയത്ത് ചിക്കൻ കറിയിലേക്ക് ഒഴിക്കാൻ. ഗ്രേവിക്ക് ആവശ്യമായ വെള്ളം നമ്മൾ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കതെല്ലാം ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇതുപോലെ നന്നായിട്ട് ഒത്തിരി ഇട്ട് ഇളക്കണ്ട, ചെറിയ രീതിയിൽ ഇതുപോലെ നന്നായിട്ട് നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നമുക്കിത് ഒരു 2 കറിവേപ്പിലയും കൊണ്ട് വെച്ച് അടച്ച് വെച്ച് ഒരു 2 മിനിറ്റ് നമുക്കൊന്ന് വേവിച്ചെടുക്കാം. 2 മിനിറ്റ് കഴിഞ്ഞ് നമുക്ക് തുറന്ന് നോക്കാം. നമ്മുടെ കറിയെല്ലാം നല്ലതായിട്ട് തിളച്ച് അതിൻ്റെ എണ്ണയൊക്കെ തെളിഞ്ഞ് വെന്ത് നല്ല റെഡിയായിട്ട് നമ്മുടെ ചിക്കൻ കറി വന്നിട്ടുണ്ട്. ഇനി നമ്മളിതിലേക്ക് ചേർക്കുന്ന കാര്യം ഓപ്ഷനിലാണ്. ഇഷ്ടമുള്ളവർ മാത്രമേ ഇതിൽ ചേർക്കാവുള്ളൂ. ഞാൻ ഇതിനകത്ത് എപ്പോഴും ചിക്കൻ കറി വെക്കുമ്പോൾ മല്ലിയില ഇടും. നമ്മുടെ വീട്ടിലതെല്ലാവർക്കും ഇഷ്ടമായതുകൊണ്ട് മാത്രം ഇടുന്നതാണ്. നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ മാത്രം ഇതുപോലെ കുറച്ച് മല്ലിയില എടുത്ത് അരിഞ്ഞ് അതിലേക്ക് ചേർക്കുക. മല്ലിയില ഇതിനകത്ത് ഇട്ട് കഴിഞ്ഞാലും അത് നന്നായിട്ട് വെട്ടി തിളയ്ക്കണം. തിളച്ചൊന്ന് മല്ലിയില ഒന്ന് ചെറുതായിട്ട് അതിൻ്റെ പച്ചപ്പും മണം മാറണം. ഒരു തിള വരുമ്പോൾ മല്ലിയില ആ പച്ചമണമൊക്കെ ഒന്ന് മാറി വാടി വരും. പിന്നെ നമ്മളതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്താൽ മതി. അപ്പോൾ നമ്മുടെ സ്വാദിഷ്ടമായ ചിക്കൻ കറി റെഡി ആയിട്ട് കിട്ടും. ഇതൊരു പ്രത്യേക ടേസ്റ്റുള്ള ചിക്കൻ കറിയാണ്. നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ചോറിൻ്റെ കൂടെയോ ചപ്പാത്തിയുടെ കൂടെയോ ഒക്കെ നമുക്ക് ഉപയോഗിക്കാം. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുന്ന വിശ്വാസത്തോടെ വേറൊരു വീഡിയോ ആയിട്ട് വരാമേ.